നമസ്തേ, എല്ലാവർക്കും ആത്മാ പ്രണാമം. തന്ത്രശാസ്ത്രത്തെ പറ്റി പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. തന്ത്ര എന്താണ്, തന്ത്ര എന്തിനാണ്, തന്ത്ര എങ്ങനെ പരിശീലിക്കാം തുടങ്ങിയിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ കീഴിലുള്ള ശൈവ ശാക്തേയ താന്ത്രിക വിദ്യാപീഠം പുതിയ ഒരു തന്ത്രപഠന കോഴ്സ് ഈ മാസം ഫെബ്രുവരി മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ലളിതമായൊരു കോഴ്സാണ്, ആർക്കും പഠിക്കാൻ സാധിക്കും. ഈ വിഷയത്തിൽ താല്പര്യമുള്ള ഏതൊരാൾക്കും പഠിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നിയമങ്ങളോ വ്രതങ്ങളോ ഒന്നുമില്ലാതെ ഒരു ദിവസം 30 മിനിറ്റ് സമയം മാറ്റിവെക്കാൻ കഴിയുന്ന സമയമാർഗത്തിലുള്ള തന്ത്രപരിശീലനം ചെയ്യാം. സമയമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബാഹ്യമായിട്ടുള്ള പൂജാപുഷ്പങ്ങളോ ഹോമകുണ്ടമോ നൈവേദ്യമോ ഒന്നുമില്ലാതെ ആന്തരികമായി പ്രാണനെ ഉപയോഗിച്ച് മന്ത്രത്തെ ഉപയോഗിച്ച് നമ്മുടെ ഷഠാധാര ചക്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ക്രിയയാണ് തന്ത്രയിലെ താന്ത്രിക സമയമാർഗ ക്രിയ എന്ന് പറയുന്നത്. പുതിയ കോഴ്സ് ഈ മാസം ഫെബ്രുവരി മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ തന്ത്ര എന്ന് മെസ്സേജ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്ത്രയിൽ എന്താണ് മന്ത്രം, എന്താണ് യന്ത്രം, എന്താണ് ദേവത. തന്ത്ര എന്ന് പറയുമ്പോൾ തന്നെ ഈ 3 കാര്യങ്ങൾ ചേരുന്നതാണ്: മന്ത്രം, യന്ത്രം, ദേവത. മന്ത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള വളരെയധികം ഊർജസ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന ചില കീ വേർഡുകളാണ് മന്ത്രാസ് എന്ന് പറയുന്നത്. മനനാത്രായതേ ഇത് മന്ത്ര എന്നൊക്കെ മന്ത്രത്തെ പറ്റി ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. മനനം ചെയ്യുന്നവനെ, ചൊല്ലുന്നവനെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, ഭൗതിക ആത്മീയമായിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ത്രാണനം ചെയ്യുന്നത്, രക്ഷിക്കുന്നത്, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ധനധാന്യ സമ്പദ് സമൃദ്ധിയും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ നേടാനായിട്ട് സഹായിക്കുന്ന ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം. അതിന്റെ ഭാഗമായിരിക്കുന്ന മന്ത്രശാസ്ത്രം എന്ന് പറയും. അപ്പൊ മന്ത്രം എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള ഊർജവൽക്കരിക്കപ്പെട്ട ദൈവീകമായിരിക്കുന്ന ചില അക്ഷരങ്ങളുടെ കൂട്ടമാണ്. പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. നാമമന്ത്രങ്ങളുണ്ട്, ബീജമന്ത്രങ്ങളുണ്ട്, താന്ത്രിക മന്ത്രങ്ങളുണ്ട്, യൗകിക മന്ത്രങ്ങളുണ്ട്, മാലാ മന്ത്രങ്ങളുണ്ട്, സ്തോത്ര മന്ത്രങ്ങളുണ്ട്, വേദശാസ്ത്രങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന വിവിധ തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. അങ്ങനെ വളരെ വിപുലമായ ഒന്നാണ് മന്ത്രശാസ്ത്രം എന്ന് പറയാം. മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ദേവതയെ കുറിക്കുന്ന നാമമാണ് സാധാരണഗതിയിൽ നമുക്ക് പറയാം. ഓം നമഃശിവായ എന്നുള്ളതൊരു മന്ത്രമാണ്. സപ്തകോടി മഹാമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായ മഹാദേവന്റെ പരമശിവന്റെ മന്ത്രമാണ് ഓം നമഃശിവായ. ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ശൈവം, ശാക്തേയം, ഗാണപത്യം, സ്കാന്തം, സൗരം, വൈഷ്ണവം എങ്ങനെ വിവിധ തരത്തിലുള്ള ദേവതകളുടെ ഉപാസനകൾ തന്ത്രശാസ്ത്രത്തിലുണ്ട്. അതുകൂടാതെ മറ്റനേകം ദേവത, ഉപദേവത വിജ്ഞാനങ്ങളും ഒക്കെ തന്ത്രശാസ്ത്രത്തിലുണ്ട്. അപ്പൊ മന്ത്രം എന്ന് പറയുന്നത് ഒരു ദേവതയെ കുറിക്കുന്ന, സാധാരണഗതിയിൽ ഒരു ദേവതയെ കുറിക്കുന്ന പ്രത്യേകമായ ഊർജവിധാനങ്ങളോട് കൂടിയുള്ള ചില കീ വേർഡുകളെയാണ് മന്ത്രം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് യന്ത്രമുണ്ട്. യന്ത്രം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച ഘടനയുടെ ഒരു ജോമെട്രിക്കൽ ആയിട്ടുള്ള ഫോമാണ് യന്ത്രം എന്ന് നമുക്ക് പൊതുവെ പറയാം. ഇപ്പൊ ഞാനും നിങ്ങളുമായിട്ട് ഇപ്പോ കണ്ട് സംസാരിക്കുന്നത് മൊബൈൽ ഫോൺ എന്ന യന്ത്രത്തിലൂടെയാണ്. അതിൽ ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ യൂട്യൂബോ പോലെയുള്ള ചില സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെ? നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എന്ന ഈ യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്നത് അതിന്റെ ഉള്ളിലെ ആപ്ലിക്കേഷനുകളാണ്. വാട്സപ്പും യൂട്യൂബും ഒക്കെ അനേകം സോഫ്റ്റ്വെയറുകൾ നമുക്കുണ്ട്. എന്നതുപോലെ ഒരു യന്ത്രം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു മന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ്. ദേവത സൂക്ഷ്മരൂപിയാണ്. സൂക്ഷ്മലോക നിവാസികളാണ് ദേവതകളൊക്കെ. ആ ദേവതയെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥൂല രൂപത്തിലുള്ള, ബാഹ്യരൂപത്തിലുള്ള, നമുക്ക് കാണാൻ കഴിയുന്ന, സ്പർശിക്കാൻ കഴിയുന്ന ഒന്നിനെയാണ് യന്ത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നു, ശബരിമല ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നു. അവിടെ ആ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര വിഗ്രഹം ഒരു യന്ത്രമാണ്, അല്ലെ? ധർമ്മശാസ്താവിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്, വിശേഷേണ ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ് വിഗ്രഹം എന്ന് പറയും. അപ്പൊ അതൊരു വിഗ്രഹമാണ്, ഒരു യന്ത്രമാണെന്ന് നമുക്ക് പറയാം. പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഒന്നാണ് യന്ത്രങ്ങൾ എന്ന് പറയുക. അപ്പോൾ ക്ഷേത്രങ്ങളിൽ കാണുന്ന വിഗ്രഹങ്ങളും അല്ലെങ്കിൽ സാളഗ്രാമങ്ങളാവട്ടെ, ചിലമ്പാവട്ടെ, അല്ലെങ്കിൽ വാളാവട്ടെ, പീഠമാവട്ടെ, ഇതൊക്കെ ആ ഒരു യന്ത്രവിധാനത്തിന്റെ ഭാഗമാണെന്ന് പറയാം.
ഇപ്പൊ ശ്രീയന്ത്രം എന്ന് വിളിക്കുന്നത് യന്ത്രങ്ങളിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു യന്ത്രമാണ്. അപ്പൊ നമ്മളുടെ ശൈവശാക്തേയ താന്ത്രിക വിദ്യാപീഠത്തിന്റെ ഉപാസനകളിലൊക്കെ തന്നെ ശ്രീയന്ത്ര ഉപാസനകളുണ്ട്. ഇപ്പൊ ശ്രീവിദ്യ ഉപാസനയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ശ്രീയന്ത്രമാണ്. ഓരോ ദേവതകൾക്കും യന്ത്രമുണ്ട്. ശ്രീ ലളിതാ പരമേശ്വരിക്ക് യന്ത്രമുണ്ട്, മഹാകാളിക്ക് യന്ത്രമുണ്ട്, ഛിന്നമസ്ത, ബഗലാമുഖി, വാർത്താളി, അങ്ങനെയുള്ള വിവിധ താന്ത്രിക ദേവതകൾക്കൊക്കെ യന്ത്രമുണ്ട്. അതായത് സൂക്ഷ്മരൂപിയായ ദേവതയെ സ്ഥൂല രൂപത്തിൽ പ്രതിനിധാനം ചെയ്യുന്നതാണ് യന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ മന്ത്രം, 2 യന്ത്രം, 3 ദേവത. ദേവതയും സൂക്ഷ്മശക്തിയാണ്, നമുക്കറിയില്ല. ആ അറിയാത്ത ഒന്നിനെ യന്ത്രത്തിൽ ആ ഒരു എനർജിയെ നമ്മൾ അറിയുന്നു. ഇപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല, വൈദ്യുതി. പക്ഷെ നമുക്ക് എങ്ങനെ അനുഭവവേദ്യമാകുന്നത്? വെളിച്ചത്തിലൂടെ, AC-യിലൂടെ തണുപ്പായിട്ട്, അയൺ ബോക്സിലൂടെ ചൂട്, വൈദ്യുതി നമുക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. എന്നതുപോലെ ഓരോ ദേവതകളും സൂക്ഷ്മ ശരീരികളാണ്. നമ്മുടെ 6ാം ഇന്ദ്രിയം, 6th സെൻസ് ഓപ്പൺ ആകാതെ ഈ ദേവതാ ചൈതന്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മളിരിക്കുന്ന മുറിയിൽ വായു ഉണ്ട് അല്ലേ? ഈ വായുവിൽ ഹൈഡ്രജനും നൈട്രജനും ഹീലിയവും ഓക്സിജനും ഉണ്ട്. പക്ഷെ നമ്മളുടെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ഹൈഡ്രജൻ തന്മാത്രയോ ഓക്സിജൻ തന്മാത്രയോ ഹീലിയം തന്മാത്രയോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇതിനെ കാണാൻ സാധിക്കുന്ന തരത്തിൽ അതിശക്തമായ ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഈ അന്തരീക്ഷത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹീലിയം തന്മാത്രയെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്രയെ, ഓക്സിജൻ തന്മാത്രയെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതില്ലാഞ്ഞിട്ടല്ല, നമ്മളുടെ കാഴ്ചയുടെ പരിമിതി കൊണ്ടാണ്. ദേവത ഇല്ലാഞ്ഞിട്ടല്ല, നമ്മളുടെ 6ാം ഇന്ദ്രിയം ഓപ്പൺ ആകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളൊരു യന്ത്രം വെച്ചുകൊണ്ട്, ആ ദേവതയെ പ്രദാനം ചെയ്യുന്ന ഒരു യന്ത്രം വെച്ചുകൊണ്ട് നമ്മൾ ഉപാസിക്കുന്നു. ദേവത എന്ന് പറഞ്ഞാൽ സ്പന്ദിക്കുന്ന പ്രകാശം, ഊർജമാണ് ദേവത എന്ന് പറയുന്നത്. ഓരോ ദേവതകളും ഊർജമാണ്, ഒരു പ്രത്യേക രീതിയിലുള്ള ഊർജ വിധാനമാണ് ദേവത എന്ന് പറയുന്നത്. ഒറ്റ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. വൈദ്യുതി അയൺ ബോക്സിലൂടെ വരുമ്പോൾ ചൂടായിട്ട് അനുഭവപ്പെടുന്നു, മിക്സിയിലൂടെ വരുമ്പോൾ അത് മറ്റൊരു തരത്തിൽ ഉപയോഗപ്പെടുന്നു, ട്യൂബിലൂടെ വരുമ്പോൾ നമുക്കത് വെളിച്ചമായിട്ട് അനുഭവപ്പെടുന്നു, AC-യിലൂടെ വരുമ്പോൾ തണുപ്പായിട്ട് അനുഭവപ്പെടുന്നു. ഇതേപോലെ തന്നെ ഏകമായ ശക്തിയുടെ, പരമേശ്വര ശക്തിയുടെ, പരാശക്തിയുടെ തന്നെ വിഭിന്ന രൂപങ്ങളാണ് ദേവതകളെല്ലാം തന്നെ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അത് പരമേശ്വരനാണ്. ദേവതകൾ അനേകമുണ്ട്. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി. ഉള്ളതൊന്നാണ്, അതിനെ പലതായിട്ട് പറയുന്നു. സൂര്യൻ ഒന്നേ ഉള്ളൂ. നല്ല ഒരു മഞ്ഞുകാലത്ത് നമ്മളൊരു പാടവരമ്പത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അനേകം തുഷാരബിന്ദുക്കൾ, മഞ്ഞുതുള്ളികൾ ഓരോ പുൽനാമ്പിലും നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ പ്രഭാതത്തില് ഓരോ മഞ്ഞുതുള്ളികളിലും ഓരോ കൊച്ചു 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 സൂര്യന്മാരെ കാണാൻ കഴിയും അല്ലേ? 50 മഞ്ഞുതുള്ളി ഉണ്ടെങ്കിൽ 50 മഞ്ഞുതുള്ളിയിൽ 50 സൂര്യന്മാരുടെ പ്രതിബിംബമാണ് ഉണ്ടാവുക. അപ്പൊ സൂര്യൻ ഒന്നേ ഉള്ളൂ, അതിന്റെ പ്രതിബിംബമാണ് ഇവിടെ ഓരോ മഞ്ഞുതുള്ളിയിലും പല പല സൂര്യന്മാരായി നമ്മൾ കാണുന്നത്. സൂര്യൻ ഒന്നേ ഉള്ളൂ. ഈ സൂര്യന്റെ വെളിച്ചമാണ് അനേക താരാഗണങ്ങളെ, നക്ഷത്ര സമൂഹങ്ങളെ, ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ ഈശ്വരൻ ഒന്നേ ഉള്ളൂ സനാതനധർമ്മത്തിൽ, അത് പരമേശ്വരനാണ്, പരാശക്തിയാണെന്ന് നമ്മൾ പറയും. പരമേശ്വരന്റെ തന്നെ രൂപമാണ് പരാശക്തി എന്ന് നമ്മൾ പറയും. ഈശ്വരനായിട്ട്, പരമേശ്വരനായിട്ട് ആരാധിക്കുന്നു, പരാശക്തിയായിട്ട് ആരാധിക്കുന്നു, ശിവശക്തി എന്ന് പറയും. അപ്പൊ ഇവിടെ അതാണ് ദേവത എന്ന് പറയുന്നത്. സ്പന്ദിക്കുന്ന ദിവ്യമായ പ്രകാശമാനമായ ഊർജ ചൈതന്യമാണ് ദേവത എന്ന് പറയുന്നത്. അപ്പൊ തന്ത്രശാസ്ത്രം പഠിക്കുന്ന ഒരാൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് മന്ത്രം, യന്ത്രം, ദേവത എന്നീ വിഷയങ്ങളെ കുറിച്ചാണ്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് വിവരിക്കാം. നമസ്തേ. शम्भो शिव शम्भो।